എല്ലാവർക്കും നമസ്കാരം. ചക്കചാത്ത് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഏകദേശം 20ഓളം ചുളയാണ് എടുത്തിരിക്കുന്നത്. നന്നായി അരച്ചെടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക ഇടാം. ഒരു നുള്ളു കുരുമുളക് പൊടിയും നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഇടാം. അരക്കപ്പ് തേങ്ങ ഇടാം. കൂടെ തന്നെ അരക്കപ്പ് വെള്ളവിലും കുതിർത്തിയ ശേഷമാണ് ഇടുന്നത്. മധുരത്തിന് ആവശ്യമുള്ള കുറച്ച് ശർക്കരപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. വല്ലാതെ സ്മൂത്തായി ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയാൽ മതി. തേങ്ങയുടെ കഷ്ണങ്ങൾ മുഴുവനായി ഇറങ്ങി കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് പുട്ടുപൊടിയാണ്. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഏകദേശം 3/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നുള്ളു ഉപ്പിടാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. പത്ത് മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം. മാവ് വല്ലാതെ കട്ടിയാകരുത്, കുറച്ച് ലൂസായിരിക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. എണ്ണ തേച്ച് വെച്ച ഇഡ്ഡലിത്തട്ടിലേക്ക് ഇടാം. അധികം ഘനമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. ഇലയിൽ പൊതിഞ്ഞും ഇതുണ്ടാക്കാം. പതിനഞ്ച് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലേക്ക് നമുക്കിതുപോലെ ഒഴിച്ചുണ്ടാക്കാം. എന്നിട്ട് മുറിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഇടുന്നത്. നെയ്യിന് പകരം നല്ലെണ്ണയും ഇടാം. എല്ലാം ഒരേപോലെ പരത്തിയെടുക്കാം. കൈ നനച്ച ശേഷം ഒന്ന് ചെറുതായി അമർത്തി കൊടുക്കാം. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇതെല്ലാം എടുക്കാം. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.